രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് അവൻ രക്ഷിപ്പാൻ വല്ലഭനായ ദൈവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഏത് അവസ്ഥകളിലും അവസരങ്ങളിലും കർത്താവ് രക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്. യെശയ്യാ പ്രവചനം 58:8 ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ നിന്റെ വെളിച്ച ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നമുക്കറിയാം, നമ്മൾ നിലവിളിച്ചുകൊണ്ട് എന്തോ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാലും അവൻ പറയുന്ന ഉടനെ ഞാൻ വരുന്നു എന്നാ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആ ദൈവകരം ശക്തമായി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്ന ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഏത് വേദനകളാണ് നമ്മൾ അനുഭവിക്കുന്നത്, ആ വേദനയുടെ നടുവിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നു, ഞാൻ ഉത്തരം അരുളും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവൻ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. ആ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെ ആയിരിക്കും. അനേകരുടെ ജീവിതം വരണ്ട് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ ആ ഉറവ് പറ്റിയ അവസ്ഥയിൽ വെള്ളം വറ്റിയ അവസ്ഥയിൽ ഹല്ലേലൂയ അവരെല്ലാം പ്രയാസത്തിലായിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ഞാൻ വരുന്നു, നിങ്ങളോട് ഉത്തരം അരുളുമെന്ന്. ദൈവം വരും. നമ്മൾ വിളിച്ച ഉടനെ കർത്താവ് അടുത്ത് വരുന്ന ദൈവമാണ്. അത് മാത്രമല്ല അവൻ ഉത്തരം അരുളുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തുകയും നിന്റെ വെളിച്ചം നിന്നെ നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നിരറവ് പോലെ ആയിരിക്കും. അനേകർക്ക് ഹല്ലേലൂയ ചിലത് നിന്റെ കൈകൊണ്ടുകൂടെ കൊടുക്കാൻ തക്കവണ്ണം ദൈവം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട്? നനവുള്ള തോട്ടം. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ ആ വെള്ളം വറ്റിപ്പോകാത്ത നീരുറകൾ. പലരും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും ഈ സമയത്ത് എന്ന്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ കൃപ എത്രമാത്രം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഏത് മല പോലെ നിൽക്കുന്ന വിഷയമായാലും അതെല്ലാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നീങ്ങി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തും. അത് തന്നെയല്ല, ഏത് വരണ്ട സമയത്തും ഏത് പ്രയാസം അനുഭവിക്കുമ്പോഴും നിന്നെ ഞാൻ വഴി നടത്തുമെന്ന്. ഹല്ലേലൂയ. പ്രയാസ പ്രതികൂലങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിലടുക്കയില്ല. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടത് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വഴികളിലും ഹല്ലേലൂയ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുക നമ്മളെ എങ്ങനെയാ വഴി നടത്തേണ്ടെന്നുള്ളത്. നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലും ഹല്ലേലൂയ അസ്വസ്ഥതയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ കർത്താവ് അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നീ വിളിക്കും, അപ്പോൾ ഞാൻ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. അപ്പം ഞാൻ നിലവിളിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നു, മകനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ വരുന്നു എന്നാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ട് മാറിപ്പോകത്തില്ല. കാരണം അഥവാ മാറിയെങ്കിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അകന്നു മാറാനുള്ള കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നു. ഹല്ലേലൂയ. ഞാൻ ഉത്തരം അരുളും. ഹല്ലേലൂയ. നിന്നെ ഞാൻ എല്ലായ്പ്പോഴും വഴി നടത്തും, വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി
നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഏത് അവസ്ഥയിൽ നീ ആയിരിക്കുന്നു, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ യഹോവയിലാ പ്രമോദിക്കുന്നു എങ്കിൽ ഞാൻ നിന്നെ ദേശത്തെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വാ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നീ യഹോവയിൽ പ്രമോദിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ദേശത്തെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊക്കെ വിടുവിപ്പാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ അവനോടുകൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ രാവിലെ മുതൽ ഹല്ലേലൂയ നക്ഷത്രം പ്രകാശിക്കുന്നവരെ ഹല്ലേലൂയ ആ മതിലിന് കാവൽ കാത്തു എന്നാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത്. അപ്പൊ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തൊട്ട് അവര് എല്ലാവരും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് ആ മതിൽ പണിയുന്നിടത്ത് ഹല്ലേലൂയ കാവൽക്കാരെ ആക്കിയിരിക്കുക, അത് കാവൽ കാക്കുവാനായിട്ട്. അത് എപ്പോഴത്തോട്ടാ? രാവിലെ മുതൽ നക്ഷത്രം പ്രകാശിക്കുന്നവരെ. നക്ഷത്രം പ്രകാശിക്കുന്ന നമുക്കറിയാം രാത്രി 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് നക്ഷത്രത്തിന്റെ പ്രകാശം തുടങ്ങുന്നത്. അല്ല, ആ പ്രകാശിക്കുന്നത് വരെ അവർ കാവൽ കാത്തു. ഹല്ലേലൂയ. അപ്പൊ ആ മതിൽ പണിയുന്നിടത്തെല്ലാം കാവൽ കാക്കാൻ ദൈവം ആളിനെ വെച്ചിരുന്നു. ഹല്ലേലൂയ. അവര് വളരെ സൂക്ഷ്മതയോടുകൂടി ഹല്ലേലൂയ ആ മതിൽ പണിക്ക് ഹല്ലേലൂയ നിന്നു അവർ കാവൽ കാത്തു എന്ന് പറയുന്നുണ്ട്. നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ അവിടെ മാത്രമാണ് കള്ളൻ വരുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു നിക്ഷേപമാണെങ്കിൽ യഹോവ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു നിക്ഷേപമാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളൻ കടന്നു വരും. ഹല്ലേലൂയ. ഓരോ ആടും വിലയുള്ള ആടുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും വിലയേറിയവരാണെന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിലയേറിയവരും മാന്യനുമായി എണ്ണിയിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാവൽ കാക്കാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നെങ്കിൽ, ദേശത്തിന് കാവൽ ചെയ്യുവാൻ തക്കണം ദൈവം നമ്മളെ ിരിക്കുന്നെങ്കിൽ ആ കാവൽ കാക്കേണ്ടത് നമ്മുടെ ഹല്ലേലൂയ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് കാവൽ കാത്തു കൊണ്ടുവരേണ്ടതെന്ന് ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കിതുവരെ അന്ന് പഴയ കാലത്തൊന്നും നമുക്ക് പ്രകാശം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഒരു കാലത്ത് ഹല്ലേലൂയ അന്ധതയിൽ കിടന്നവരാണ്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതൽ കിട്ടിയപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിലുള്ളതായ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെയും കർത്താവ് നമ്മളോട് ഹല്ലേലൂയ ഇടപെടുന്നത് കാണുവാൻ തക്കോണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ ആ കണ്ണുകളിൽ പ്രകാശം തന്നു, നമ്മുടെ ജീവിതത്തിന്റെ പാതയിലെല്ലാം പ്രകാശം തന്നു. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടായിരുന്നു, ഇരുട്ടിന്റെ അവസ്ഥകളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവ് നമുക്ക് പ്രകാശമായിരുന്നു എന്ന് ഹല്ലേലൂയ ഒരു പാട്ടുകാരൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ പാട്ട് പ്രകാരമാണ് ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ പ്രകാശമില്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ കർത്താവ് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ കണ്ണുകൾക്ക് പ്രകാശം വരുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. The whole world was lost in the darkness of sin. The light of the world is Jesus. Like sunshine at noonday, His glory shining. The light of the world is Jesus. Come to the light, He is shining for thee.
പ്രകാശമായപ്പോൾ ഹല്ലേലൂയ എല്ലാവിധ സന്തോഷത്താലും ഹല്ലേലൂയ നിറയപ്പെടുവാനിടയായി തീർന്നാണെന്നാണ് ഹല്ലേലൂയ തിരുവചനത്തിൽ കാണുന്നത്. ഇപ്രകാരം പറയുന്നുണ്ട് ഹല്ലേലൂയ, എത്ര ഫലം നിന്റെ ജീവിതത്തിലുണ്ടോ ആ ഫലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശത്രുക്കൾ കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ 2-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് യെശയ്യാ 59:2 നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാവങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അതരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോട് വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോട് പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. അവൻ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അപ്പൊ നോക്ക്, നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വസ്ത്രത്തിന് കൊള്ളത്തില്ലെങ്കിൽ, അത് നമുക്ക് പുതയ്ക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ആ പ്രവർത്തികളെല്ലാം നീതികെട്ട പ്രവർത്തികളെന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ. സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്ക് വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവർ ഒരുത്തനും സമാധാനം അറിയുകയില്ല. അപ്പൊ സമാധാനം അറിയണമെങ്കിൽ നമ്മൾ യേശുവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ നിത്യ സന്തോഷം, നിത്യജീവൻ, നിത്യ ആനന്ദം ദൈവം നമുക്ക് തരും. അത് മാത്രമല്ല ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞേക്കുന്നത്, വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ അവൻ ഓടിപ്പോകത്തില്ല. ഹല്ലേലൂയ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരവാസവും ഉണ്ടെന്നാണ് ഹല്ലേലൂയ യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ഥിരമായ ഒരു വാസമുള്ളത്. ഹല്ലേലൂയ ഇല്ലെങ്കിൽ സ്ഥിരമായ വാസമില്ല. അതിന്റെ അർത്ഥം നിത്യജീവൻ, നിത്യ സന്തോഷം, നിത്യ ആനന്ദം. നമുക്ക് നിത്യജീവൻ തരാനാണ് കർത്താവ് വന്നത്. ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനേകർക്ക് ഹല്ലേലൂയ ജീവനില്ലാതെ, ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഹല്ലേലൂയ പറയുന്നത്, നീ നെയ്ത വസ്ത്രം നിനക്ക് കൊള്ളത്തില്ല. ആ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഹല്ലേലൂയ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ ലോകസ്ഥാപനം മുതൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ അത് കൈവശമാക്കുവാൻ ഹല്ലേലൂയ ആ നിത്യ സന്തോഷം നമുക്ക് ആവശ്യമുണ്ട്. സ്നേഹം, സന്തോഷം, ഹല്ലേലൂയ ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള എല്ലാ നല്ല ആത്മാവിന്റെ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരാ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുന്ന. അപ്പം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ, ഉയരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മുടെ ഹൃദയം അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ആ ശൂന്യംകാരത്തിയോട് ഒരിക്കൽ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിന് കാവലായിരിക്കണം. അപ്പൊ അവൾക്കൊരു മുന്തിരിത്തോട്ടം കൊടുത്തതിന് ശേഷമായിട്ട് പറയാ, നീ എൻ്റെ മുന്തിരിത്തോട്ടം കാക്കണം. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുവിശേഷ വയലിനെ കുറിച്ച് ഹല്ലേലൂയ ആത്മീയ ജീവിതത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. അത് കാക്കണം, അതിനെ കാവലാക്കിയിരിക്കുകയാണെന്ന് ഹല്ലേലൂയ. അവൾ കാത്തില്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്ന അടച്ച ഒരു കെട്ടിയടച്ച ഒരു കിണർ, അത് അടച്ചു കെട്ടിയ ഒരു തോട്ടം ഹല്ലേലൂയ. ആ തോട്ടത്തെ കുറിച്ച് അങ്ങനെ മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ ഹല്ലേലൂയ. അപ്പൊ മുദ്രയിട്ട കിണർ ഹല്ലേലൂയ. ആ മുദ്രയിട്ട കിണറ്റിലെ വെള്ളം പാഴായി പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല ഹല്ലേലൂയ. അതെപ്പോഴും കെട്ടിയടച്ച തോട്ടം പോലെ ഹല്ലേലൂയ ഭദ്രമാ, സംരക്ഷണമുണ്ട്, സുരക്ഷിതമാ ഹല്ലേലൂയ. ഏത് മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നതും പരിപാലിക്കുന്നതും നമുക്ക് കാണാം ഹല്ലേലൂയ. പ്രയാസമുള്ള മേഖലകൾ കടന്നു പോകുമ്പോഴൊക്കെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ പാപ വഴികളിൽ നിന്ന് ഹല്ലേലൂയ പാപത്തിന്റെ നോട്ടങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ ചിന്തകളെ പോലും മാറ്റുവാൻ തക്കോണം ദൈവത്തിന് കഴിയും ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ തീർച്ചയായിട്ടും അത് അനുഗ്രഹിക്കപ്പെട്ട വഴി തന്നെ ആയിത്തീരും ഹല്ലേലൂയ. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി സകല ചിന്തകളെ പിടിച്ചടക്കണമെന്ന് ഹല്ലേലൂയ. അപ്പൊ സകല ചിന്തകളെ വരെ നമ്മൾ പിടിച്ചടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും നമുക്കൊരു ജയജീവിതം നയിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ ആ ജയജീവിതം നയിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മുന്തിരിത്തോട്ടം നമ്മൾ കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് ഫലമുണ്ടെങ്കിൽ ഹല്ലേലൂയ എപ്പോഴും യുദ്ധമുണ്ട് ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് ഹല്ലേലൂയ. ഞങ്ങളുടെ പോരിന്റെ
ആയുധങ്ങൾ ജഡീയങ്ങളെല്ലാം കോട്ടകളെ ഇടിപ്പാൻ തക്കണം ദൈവത്തിന് ശക്തിയുള്ളവ തന്നെ. അപ്പൊ ശക്തിയുള്ളവയാ. ഓരോ ദിവസം തോറും കൃപ കൃപ എന്ന് നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ ആ വൻമതിൽ പോലെ നിൽക്കുന്ന ഭാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ മാറിപ്പോകുന്ന ഭാരങ്ങളെല്ലാം അല്ലെ കർത്താവ് ഇട്ട് ചുമല്ല നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ഞാൻ നീതിമാൻ കുലുങ്ങിപ്പാൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അപ്പൊ ഒരു നാൾ സമ്മതിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. കർത്താവ് നീതിമാൻ കുലുങ്ങിപ്പാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല. അപ്പൊ എപ്പോഴും കർത്താവ് നമ്മളെ വഴി നടത്തുക. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കിയാൽ നിന്നെ വഴി നടത്തും. നീ ഏത് അവസ്ഥയിൽ കൂടെയാ കടന്നു പോകുന്നത്, ഏത് വേദനയിൽ കൂടെയാ കടന്നു പോകുന്നത്, ഏത് ദുർഘടമായ പാതയിൽ കൂടെ നടന്നു പോകുന്നത്, അവിടെ എല്ലാം ദൈവത്തിന്റെ വഴി ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ആ ദൈവം അവിടെ നിന്നെല്ലാം നമ്മളെ സൂക്ഷിച്ച് ഹല്ലേലൂയ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിനായി യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്, വിശ്വാസത്തിനായി ഞാൻ നിങ്ങളെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി ഹല്ലേലൂയ കൊണ്ടുവരുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വീഴാതെ വണ്ണം ഞാൻ നിന്നെ സൂക്ഷിച്ചു, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തും. ഹല്ലേലൂയ. കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മതരായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ നീങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മളെ ഹല്ലേലൂയ വഴി നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. ഹല്ലേലൂയ. അവനെ നോക്കി ശത്രു പിന്തുടർന്നു. ഹല്ലേലൂയ. പക്ഷേ ജയിച്ചില്ല. ഹല്ലേലൂയ. അവന്റെ മേൽ ഹല്ലേലൂയ ഒരു സ്വപ്നം അവന് ജീവിതത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. നേരത്തെ ഒരു കാഴ്ചപ്പാട് അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് മുതൽ ദുഷ്ടന്മാര്, സ്വന്തം സഹോദരന്മാർ അവന്റെ മേൽ ദൃഷ്ടി വെച്ചു. എങ്കിലും ഹല്ലേലൂയ ആ ദുഷ്ടന്മാരെല്ലാം പിന്തുടർന്നെങ്കിലും ഹല്ലേലൂയ അവനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചെന്ന നമ്മൾക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന വില്ലാളികൾ. അപ്പൊ അവര് വിഷമിപ്പിച്ചപ്പോഴും കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. ഹല്ലേലൂയ. അവന് കാരാഗ്രഹത്തിലും പൊത്തിഫേറിന്റെ വീട്ടിലും ഒക്കെ അവൻ കിടക്കേണ്ടി വന്നു. എന്നാൽ അവിടുന്ന് നേരെ ദൈവം കൊണ്ടുപോയത് അവനെ ഒരു രാജകൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നത്. അവിടുത്തെ മന്ത്രിയാക്കി തീർക്കുവാൻ ഹല്ലേലൂയ ദൈവം അവനെ ഉയർത്തുവാനും മാനിപ്പാനും ഹല്ലേലൂയ ഇടയാക്കി തീർത്തു. ദൈവത്തിനൊരു വിളി അവനെ കുറിച്ചുണ്ടായിരുന്നു. അവന് വേണ്ടി ഒരു സ്റ്റേജ് ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തം ഒരിക്കലും ശത്രുവിന് പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. ഏത് യുദ്ധങ്ങൾ അവന്റെ ജീവിതത്തിൽ മുറുകി വന്നാലും ഹല്ലേലൂയ, വില്ലാളികൾ എത്ര മുറുകി വന്നാലും ഹല്ലേലൂയ, എല്ലാവരും അവനെ തകർത്ത് കളയണമെന്ന് ഹല്ലേലൂയ ചിന്തയോടുകൂടെ ആ സഹോദരന്മാർ കാത്തിരുന്നെങ്കിലും അവിടെ ഒന്നും അവൻ വീണു പോകാതെ വണ്ണം, അവന്റെ ശരീരത്തിന്റെ പോറൽ പോലും ഏൽക്കാതെ വണ്ണം ദൈവം അവനെ ഹല്ലേലൂയ ആ രാജകൊട്ടാരത്തിൽ എത്തിച്ചു. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ വിടുതൽ തരുന്നത് കാണുവാൻ തക്കോണം ഹല്ലേലൂയ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് മമ്രയുടെ തോപ്പിൽ നിന്നായ ആ അബ്രഹാമിനെ നോക്കി അവിടെ ദൂതന്മാർ കടന്നു വന്നു. ഹല്ലേലൂയ. 3 ദൂതന്മാരാ വന്നത്. 3 ദൂതന്മാർ വന്നപ്പോൾ ഹല്ലേലൂയ അബ്രഹാം പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. അവരെ ശുശ്രൂഷിക്കുവാൻ അവിടെ ഇരുത്തിയതിനു ശേഷം അവരാരാന്നൊന്നും അറിയാൻ വയ്യ. പക്ഷെ അവരെ അവിടെ ഇരുത്തിയതിനു ശേഷം അബ്രഹാം പറയുന്നൊരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരട്ടെ. ആ 1 മുറി അപ്പം കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കൊണ്ടു കൊടുത്തത് 1 മുറി ഒന്നും അല്ല. ഹല്ലേലൂയ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അതിന്റെ അപ്പം കൊണ്ടുവന്നത്. 3 പേർക്ക് തിന്നാൻ 3 ഇടങ്ങഴി മാവ് കുഴച്ചു. അപ്പം വേണ്ടുവോളം അവരൊക്കെ ഭക്ഷിച്ച് തൃപ്തരായി തീരത്തക്കവണ്ണം. അത് മാത്രമല്ല ഇറച്ചിയും ഹല്ലേലൂയ എളുപ്പമായ കാളയെ കൊണ്ടുവന്ന് അറുത്ത് ഹല്ലേലൂയ ബാല്യക്കാരുടെ പക്കൽ കൊടുത്തതിന് ശേഷം വേഗം ഇവർക്ക് കറിയൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഇറച്ചി അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഹല്ലേലൂയ ആ ദൂതന്മാർ അവരോട് പറഞ്ഞേച്ചു പോയൊരു കാര്യം, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റ കുറവേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടുവോളം നന്മകളെല്ലാം ഉണ്ട്, പക്ഷെ ഒരു കുഞ്ഞില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അന്ന് ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ പിന്നെയും വരും. അടുത്ത വർഷം ഹല്ലേലൂയ വന്നപ്പോൾ ഹല്ലേലൂയ ആ ദൈവം ഒരു ഇസഹാക്കിനെ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു ചിരി അവരുടെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരിക്കലും ഹല്ലേലൂയ മാറിപ്പോത്തില്ല. രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി ഒന്നുമല്ല. ഹല്ലേലൂയ. പക്ഷെ അകന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ അത് അകന്നു തന്നെ പോകും. അല്ലെങ്കിൽ കർത്താവ് അടുത്ത് നമ്മുടെ ഒരിക്കൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യോസഫിനെ മറന്നു കളയാത്തൊരു ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അവനെ ഉയർത്തി ഹല്ലേലൂയ ആ മിസ്രയീമിലെ മന്ത്രിയാക്കി തീർക്കുവാൻ അതൊക്കെ ഇടയാക്കി തീർന്നു. അതുപോലെ തന്നെയാണ് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിലും. ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയത്തക്കണം. അന്ന് അബ്രഹാമിന് പുത്രന്മാരില്ലാതിരുന്നപ്പോൾ ആ ദൈവം വിശ്വാസികളുടെ പിതാവ് എന്നൊരു പേര് അവന് കൊടുക്കുവാനിടയായി തീർന്നത്. എന്നാൽ അങ്ങനെ കൊടുത്തപ്പോൾ അന്ന് അവന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ അവന്റെ വാഗ്ദത്തം എല്ലാം നിറവേറുവാനിടയിത്തീർന്നു. പിന്നത്തേതിൽ ഹല്ലേലൂയ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി, അവന്റെ തലമുറയായി ഹല്ലേലൂയ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ മറ്റുള്ള വിശപ്പുള്ളവനോട് അവന് ദയ കാണിക്കുന്നവനായിരുന്നു. വിശപ്പുള്ളവനോട് ഹല്ലേലൂയ കരുണയുള്ളവനായിരുന്നു. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്ന നീ വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്റെ എല്ലായ്പ്പോഴും നിന്നെ വഴി നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അവന്റെ ജീവിതത്തിൽ വരൾച്ചയായി, അല്ല പ്രായം വളരെ കടന്നുപോയി, 100 വയസ്സായി ഹല്ലേലൂയ. 99 വയസ്സുള്ള സമയത്താണ് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെതായ പ്രവൃത്തിയോടെ കാണുവാനിടയാക്കി തരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഹല്ലേലൂയ വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും ഹല്ലേലൂയ കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഹല്ലേലൂയ നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെ വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ ആയിരിക്കും. ഹല്ലേലൂയ വെള്ളം വറ്റിപ്പോകാത്ത ഒരു നീരുറവ് പോലെ ദൈവം വരെ വഴി നടത്തുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലകോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. അവന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും ദ്വീപവാസികളോട് അവൻ പ്രതിക്രിയയും ചെയ്യും. അപ്പോൾ പ്രതിക്രിയ ചെയ്യേണ്ടവരോട് പ്രതിക്രിയ ചെയ്യും. ഹല്ലേലൂയ ദൈവം പറഞ്ഞിരിക്കുന്ന അവന്റെ നീതി അവനെ താങ്ങി, അവന്റെ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലകോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ഹല്ലേലൂയ ആരുമില്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ഒരു സാഹചര്യവും നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിൽക്കുന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും അവന്റെ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന എൻ്റെ നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ നിന്നും ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന എൻ്റെ ആത്മാവും നിന്റെ വായിൽ തന്ന എൻ്റെ വചനങ്ങളും ഹല്ലേലൂയ അത് നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുപോകയില്ല. ഹല്ലേലൂയ അപ്പൊ നോക്ക്, ദൈവ തലമുറയായി ആ സന്തതികളെ അനുഗ്രഹിക്കാവുന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഹല്ലേലൂയ ആ സന്തതികൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു അത്ഭുതത്തിന്റെ വഴി അവരുടെ മുൻപിൽ ഹല്ലേലൂയ ഒരുക്കി കൊടുക്കുന്ന ദൈവമാ. യാക്കോബ് വിചാരിച്ചു ഹല്ലേലൂയ യോസഫ് ഹല്ലേലൂയ മരിച്ചുപോയി, കാരണം സഹോദരന്മാർ ഉടുപ്പ് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ മോന്റെ അങ്കിയാണോ നോക്ക്. അവർക്ക് ആ അങ്കി ഇട്ടപ്പോൾ മുതൽ ഹല്ലേലൂയ അവനോട് അസൂയായിരുന്നു. ഹല്ലേലൂയ അസൂയ തോന്നിയിട്ടാണ് അവനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ സ്വപ്നക്കാരൻ വരുന്നു. ഹല്ലേലൂയ അവന്റെ സ്വപ്നം എന്താകും നമുക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്വപ്നക്കാരൻ വന്നപ്പോൾ അവന്റെ സ്വപ്നം ഹല്ലേലൂയ നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചാണ് അവർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. പക്ഷെ പൊട്ടക്കിണറ്റിലും അവൻ ഹല്ലേലൂയ കിടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അവിടുന്ന് ഹല്ലേലൂയ കച്ചവടക്കാർ വന്നപ്പോൾ അവനെ കയറ്റി ഹല്ലേലൂയ കച്ചവടക്കാർ കൊണ്ടുപോയി വിറ്റു. ഹല്ലേലൂയ എന്നാൽ അവിടുന്ന് എല്ലാം ദൈവം അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ അവർ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ അപ്പോൾ നമ്മൾ ആ കർത്താവിനെ പോലെ വലിയവനായ ഒരു ദൈവം വേറെ ഇല്ല. ഹല്ലേലൂയ ഇതുപോലെ വെണ്മയുള്ള ഒരു മണവാളൻ വേറെ ആരുമില്ല എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ തിരുവചനം നമ്മളെ സന്തോഷത്തോടെ പഠിപ്പിക്കുന്ന ഒരു ഹല്ലേലൂയ വേദഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ അതിപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ എന്ന് വെച്ച് ഹല്ലേലൂയ ആ നീതിമാനെ കൈക്കൊള്ളുന്നവന് അതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരൊരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അബ്രഹാം ഹല്ലേലൂയ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ വന്ന വിരുന്നുകാർക്ക്
ആ 3 കഴി മാവെടുത്ത് കുഴച്ച് അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അവർ വന്നവരാരാന്ന് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. നീതിമാൻ എന്ന് വെച്ച് ആ നീതി ചെയ്തവന് അതിന്റെ പ്രതിഫലം കൊടുക്കുവാന്നൊക്കെ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. എങ്കലിടറി പോകാത്തവനെല്ലാം ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹല്ലേലൂയ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ, നീതി ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. മത്തായിയുടെ സുവിശേഷം 11:25 അങ്ങനെ കാണുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആശ്വാസമില്ലാതെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആശ്വാസം കൊള്ളാത്തവരായി നമ്മൾ ഭാരപ്പെടും. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, കേൾപ്പാൻ കഴിയാതെ എൻ്റെ ചെവി മന്ദമല്ല, എൻ്റെ കൈ കുറുകിയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന് പ്രവർത്തിപ്പാൻ ഇന്നും ആ കരം ശക്തമാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പ്രയാസമേറിയതാണെങ്കിലും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി 11:29 അങ്ങനെയാണ് പറയുന്നത്. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കോണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ഒരു നിത്യജീവന്റെ സന്തോഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യജീവനാണ്. ഹല്ലേലൂയ. ഒരു നിത്യ സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാനാണ് ദൈവം നമ്മളെ ഹല്ലേലൂയ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അവനിൽ നമുക്ക് ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് തന്ന ദൈവം. ഹല്ലേലൂയ. ദേവാലയത്തെക്കാൾ വലിയവനായ ദൈവം ഇവിടെ ഉണ്ട് എന്ന് അവൻ പറയുന്നു. ഹല്ലേലൂയ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. മത്തായി 12:7 അങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു രാജ്യം തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ഹല്ലേലൂയ അത് ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തമ്മിൽ ഛിദ്രിച്ചുവെങ്കിലും നിലനിൽക്കയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമുക്ക് ഹല്ലേലൂയ എല്ലാമായി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് എല്ലാറ്റിനും എല്ലാമാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ഇവിടെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. എന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാൻ 6:56 പറഞ്ഞേക്കുന്നത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ മേശയിൽ നിന്നൊക്കെ ഭക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മളോട് കൂടെ വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവം നമ്മളെ ഹല്ലേലൂയ ഒരുക്കിയെടുത്തതാണ്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:38 ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ സാധിപ്പിക്കാനാണ് കർത്താവ് ഹല്ലേലൂയ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായവിധി എന്ന് പറയുന്ന ഒരു മരണമാ, നിത്യമരണമാ. ആ മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്ന വെള്ളം ഹല്ലേലൂയ അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഹല്ലേലൂയ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്നു തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഹല്ലേലൂയ മന്നയാണ്, പുതിയ മന്ന. ഓരോ ദിവസം തോറും ദൈവം നമുക്ക് തരുന്നത് ഹല്ലേലൂയ തിരുവചനം മന്ന
മന്നയാണ്. ഹല്ലേലൂയ. ആ മന്ന ഭക്ഷിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ഹല്ലേലൂയ ദൈവം തരും. അത് മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. എങ്ങനെ നമ്മൾ കുടിക്കുന്നുവോ അതിന് പ്രകാരം നല്ലൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ പാട്ട് നമുക്ക് പാടി സന്തോഷിക്കാം. ഹല്ലേലൂയ. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. ഹല്ലേലൂയ. ആ പാട്ട് ഹല്ലേലൂയ ഇപ്രകാരമാണ്. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ലോകവെയിലേറ്റതാ വാടി തളർന്നിടിലും തന്റെ കാന്തയത്ര സുന്ദരി. ലോകവെയിലേറ്റതാ വാടി തളർന്നിടിലും തന്റെ കാന്തയത്ര സുന്ദരി. കേദാര്യ കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലും തഥാ ശോഭയുള്ളവൾ. കേദാര്യ കൂടാരങ്ങളെ സോളമന്ദിര ശീലകളെ വെല്ലും തഥാ ശോഭയുള്ളവൾ. എന്നുമേഘെ വന്നിടൂ എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനി നിൽപ്പൂ താഴ്വരയിൽ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ശാരോനിലെ പനി നിൽപ്പൂ താഴ്വരയിൽ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. എന്നുമേഘെ വന്നിടൂ എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണുവാൻ ആശയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. ആമേൻ ആമേൻ. നിന്നെ കാണുവാൻ ആശയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേഘെ വന്നിടൂ എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഈ കർത്താവ്
കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ എന്ത് സന്തോഷം, എന്തൊരാനന്ദം ഹല്ലേലൂയ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവത്തിൽ ഹല്ലേലൂയ അവൻ നമുക്ക് നിത്യജീവൻ തരുവാൻ തന്നെ വന്നിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ മുന്തിരിത്തോട്ടം നീ കാക്കണം ഹല്ലേലൂയ. ആ മുന്തിരിത്തോട്ടം കാത്ത് ഹല്ലേലൂയ ആ ഉയരത്തിൽ ചെല്ലുമ്പോൾ, ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആ പ്രാണപ്രിയനോടൊത്ത് ഹല്ലേലൂയ ആനന്ദിപ്പാൻ തക്കോണം ഇടയാക്കി തീർക്കുന്ന സാഹചര്യങ്ങൾ ആ നീരുറവിൽ നിന്ന് ധാരാളം കുടിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി ഓരോ ദിവസം തോറുമായിരിക്കാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഹല്ലേലൂയ അത് വിശുദ്ധമായി കാക്കേണ്ടതാണ് ഹല്ലേലൂയ. ആ ഭുജങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ അത് നമ്മൾ ആ രക്ഷയുടെ സന്തോഷം, ആ രക്ഷയുടെ അനുഭവം, ആ രക്ഷയുടെ ഉടുപ്പ് ഹല്ലേലൂയ അത് വളരെ നല്ല ഹല്ലേലൂയ അതായിട്ട് നമ്മൾ നെയ്തെടുക്കേണ്ടത് നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഭദ്രമായി സൂക്ഷിച്ച് ഹല്ലേലൂയ വിശുദ്ധിയോട് നമ്മൾ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ്, വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വീണ്ടും വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി ഒരുങ്ങി കാത്തിരിപ്പാതൊക്കെ ഹല്ലേലൂയ നമ്മളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തീർച്ചയായിട്ടും കർത്താവ് എല്ലാം അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. എന്ത് പ്രയാസങ്ങളായാലും എന്ത് ഭാരങ്ങളായാലും ആ ഭാരമെല്ലാം കർത്താവിന്റെ മേൽ വയ്ക്കുക. തീർച്ചയായിട്ടും കർത്താവ് ഒടിവിപ്പാൻ ശക്തനാണ്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, നീതിമാൻ കുലുങ്ങിപ്പോൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവ്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കൈ ഹല്ലേലൂയ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല ഹല്ലേലൂയ. അവന്റെ ചെവി മന്ദമല്ല ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയങ്ങളാണെങ്കിലും അവൻ കേൾക്കും ഹല്ലേലൂയ. അവൻ കാണും, രക്ഷിക്കും ഹല്ലേലൂയ. നല്ല രക്ഷകനാണ് ഹല്ലേലൂയ. ആ പ്രാണപ്രിയനെ നമുക്ക് അന്വേഷിക്കാം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളവരായി ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിനയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ഹല്ലേലൂയ ആ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നെഹമ്യാവ് പറയുന്നുണ്ട് ഹല്ലേലൂയ ആകെ ആ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഹല്ലേലൂയ. അത് 2:20 അങ്ങനെയാണ് പറയുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം. അപ്പോൾ അവൻ രാവിലെ ഹല്ലേലൂയ സൂര്യൻ പ്രകാശിക്കുന്നത് മുതൽ ഹല്ലേലൂയ നക്ഷത്രം പ്രകാശിക്കുന്നവരെ അവൻ ആ മതിലിന്റെ പണികൾ കാത്തുകൊണ്ടിരുന്നു ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം ശത്രു കാണാതോണം അത് നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെയൊക്കെ പിടിച്ചു കെട്ടി ഹല്ലേലൂയ തീർച്ചയായിട്ടും നമ്മൾ മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഹല്ലേലൂയ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ ഹല്ലേലൂയ നമുക്ക് പ്രാപിപ്പാൻ തക്കണം കഴിയും ഹല്ലേലൂയ. അതുകൊണ്ട് അതിനായി നമ്മൾ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് എല്ലാ ദിവസവും കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തീർച്ചയായിട്ടും മുൻപോട്ട് ഓടുന്നെങ്കിൽ മല പോലെ നിൽക്കുന്ന വിഷയങ്ങളും മല പോലെ നിൽക്കുന്ന ഭാരങ്ങളും ഹല്ലേലൂയ അത് കർത്താവ് എടുത്തു മാറ്റുമല്ല. അവൻ രക്ഷിപ്പാൻ ശക്തനായ ദൈവം തന്നെയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താ തന്നെയായിരുന്നാലും ഹല്ലേലൂയ അത് താഴെ കാണുന്ന ഹല്ലേലൂയ ഫോൺ നമ്പറിൽ അയക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥനാ ലിസ്റ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കർത്താവേ ഹല്ലേലൂയ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണ്ണത അനുഭവിപ്പാൻ തക്കണം. ദുഃഖങ്ങളെല്ലാം മറന്നു കർത്താവേ നിന്നെ സ്തുതിപ്പാൻ തക്കണം ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവരെല്ലാം നീ സഹായിക്കുമാറാകണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവ് നീ ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. രക്ഷിപ്പാൻ കഴിയാതവണ്ണവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണവന്റെ ചെവി മന്ദവുമല്ല കർത്താവേ. ഇന്ന് പകൽക്കാലവും നിന്റെ കരം ശക്തമാണല്ലോ കർത്താവേ. സ്തോത്രം. നിന്റെ കരങ്ങളിൽ ആ പ്രിയപ്പെട്ടവരെ അവരുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേകർക്ക് നീ മറുപടി കൊടുത്തുകൊണ്ടിരിക്കാൻ സ്തോത്രം. അനേകർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. അനേകർക്ക് വിടുതൽ പകർന്നുകൊണ്ടിരിക്കാൻ സ്തോത്രം കർത്താവ്. പലവിധ ആവശ്യങ്ങൾ ഹല്ലേലൂയ വേദനകൾ എല്ലാം ഹല്ലേലൂയ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം, മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പോൽക്കാലം എല്ലാവരെയും സമാധാനിപ്പിച്ച് നടക്കുന്ന കർത്താവ് സമാധാനത്തിലുള്ള വഴി കണ്ടുപിടിച്ച് ജീവിപ്പാതക്കണം. ദൈവം എല്ലാവരെയും സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുപിടിപ്പിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഞാൻ ഈ പറഞ്ഞ തിരുവചനം ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.